എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം പ്രപഞ്ചശക്തിയോട് ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ സൂമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹത്തോടെയും ഒത്തിരി സന്തോഷത്തോടെയും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള മനോജ് സാറിനും ഡാനി സാറിനും ബെന്നി സാറിനും MP രാമചന്ദ്രൻ സാറിനും എന്നെ ഈ ബയോട്ടോറിയം പരിചയപ്പെടുത്തിയ ഷിബു സാറിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീല. ആലുവയ്ക്കടുത്ത് ശ്രീമൂലനഗരത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഏകദേശം ഒരു 3 വർഷത്തിന് മേലെയായിട്ട് ബയോട്ടോറിയം ചെയ്യുന്നുണ്ട്. ബയോട്ടോറിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് എടുത്ത വ്യക്തിയാണ് ഞാൻ. നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. മൈഗ്രെയിൻ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിന് എനിക്കിന്ന് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. അതുകൂടാതെ തന്നെ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് സൂമില് നമ്മളോട് ഈ ബയോട്ടോറിയം കമ്പനിയെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രത്യേകിച്ച് അൾട്രാബെറിയെ കുറിച്ചും മോർ പവറിനെ കുറിച്ചും എല്ലാം നമ്മളോട് സംവദിക്കാൻ എത്തുന്നത് MP രാമചന്ദ്രൻ സാറാണ്. ജീവിതം ബയോട്ടോറിയത്തിന് സമർപ്പിച്ചുകൊണ്ട് തന്റെ ടീമിനെ ചേർത്ത് പിടിച്ച് പ്രായത്തിന്റെ പരിധികളെ മറികടന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് MP രാമചന്ദ്രൻ സാർ. ബയോട്ടോറിയത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ ഇടം പിടിക്കാൻ പോകുന്ന കരുത്തുറ്റ വാക്കുകളുടെ പേരാണ് MP രാമചന്ദ്രൻ സാർ. ആരെയും ആകർഷിക്കുന്ന സാറിന്റെ വാക്കുകൾക്കായിട്ട് ഏറ്റവും ആദരവോടെയും സ്നേഹത്തോടെയും MP രാമചന്ദ്രൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഷീല മാഡം. നമ്മൾ പ്രിയങ്കരനായ മനോജ് സാറ്, ഡാനി സാറ്, ബെന്നി സാറ്, ട്രെയിനേഴ്സ് ആയിട്ടുള്ള സുരേഷ് സാറ്, വിനോദ് സാറ്, ഗുരുതുല്യരായ മറ്റ് ലീഡേഴ്സ്, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മളെ സൂമിന്റെ വിഷയം മോർ പവർ ആണ്. മോർ പവറും കൂടി പഠിച്ചാൽ മാത്രമേ നമ്മളെ ടീമിനെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ നമുക്ക് നിയോഡൈമിയ മെഡിക്കൽ മാഗ്നത്തോറപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളുടെ പാക്കേജിൽ മോർ പവർ, അൾട്രാബെറി പോലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പൊ പല ഫീൽഡ് സ്റ്റാഫ് എന്നോട് പറയുന്നുണ്ട്, സാറേ അവർക്ക് മാഗ്നറ്റിക് പ്രൊഡക്റ്റ് മാത്രം മതി, അവർക്ക് മോർ പവർ വേണ്ട, അൾട്രാബെറി വേണ്ട, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പല മെമ്പേഴ്സിനോട് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ കാരണം ഞാൻ ആലോചിച്ചപ്പോൾ മാഗ്നത്തോറപ്പിയുടെ ഭാഗമായ നമ്മളെ പാക്കേജ് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് അപാര കഴിവുകൾക്കുണ്ട്. എന്നാൽ മോർ പവറിനെ സംബന്ധിച്ചും അൾട്രാബെറിയെ സംബന്ധിച്ചും പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ഒരു കഴിവ് ഇവർക്കില്ല. അതുകൊണ്ടാണ് അവർ വേണ്ട എന്ന് പറയുന്നത്. ഒരു സെയിൽസ്മാന്റെ ഏറ്റവും വലിയ യോഗ്യത തന്റെ കൈവശമുള്ള ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള അറിവാണ്. ആ അറിവ് മനോഹരമായിട്ട് മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ഒരു സെയിൽസ്മാനാണ് സെയിൽസിൽ ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സാണ്. ബിസിനസിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. ആ സെയിൽസ് നടന്നാൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. ബിസിനസ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൽ പ്രവർത്തിക്കുന്ന ഫീൽഡ് സ്റ്റാഫിന് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് മോർ പവറിനെ സംബന്ധിച്ചും അൾട്രാബെറിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പബ്ലിക്കിനും പറഞ്ഞു മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം മോർ പവറിനെ സംബന്ധിച്ചുള്ള വിഷയമാണ്. ഇത്രയും കാര്യങ്ങൾ പബ്ലിക്കിനോട് പറയണ്ട എങ്കിലും ഈ മീറ്റിംഗിൽ മോർ പവറിന്റെ ഗുണങ്ങള്, മോർ പവറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, മോർ പവർ ആ പേരിൽ തന്നെ കുറെ പ്രത്യേകതകളുണ്ട്. അധിക ശക്തി എന്നാ പറയുന്നത്. ഈ അധിക ശക്തിയാണ് മനുഷ്യരായ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടുന്ന ചില സിനിമകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പർമാൻ നല്ല രീതിയിൽ വിജയിക്കാറുണ്ട്. എത്രയോ സീരിയലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്പൈഡർമാൻ എത്രയോ സീരിയലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രജനീകാന്തിന്റെ സിനിമകളെല്ലാം തന്നെ ഹിറ്റാണ്. കാരണം ഒരു ഇടിക്ക് 1000 പേരാണ്
ഒറ്റയിടിക്ക് 1000 പേരെ തകർക്കാനായിട്ട് രജനീകാന്തിന് സാധിക്കുന്നുണ്ട്. അതുപോലെ ജാക്കി ചാന്റെ സിനിമകളെല്ലാം വിജയിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം കാരണം ആഗോളമായിട്ട് തന്നെ വിജയിക്കുന്നുണ്ടാ. ഇതിന്റെ എല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൂപ്പർമാൻ എന്ന് പറഞ്ഞാല് നമുക്കുള്ള അപാരമായ കഴിവുകളെയാണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഇവിടെ പേര് തന്നെ മോർ പവർ എന്നാണ്. അധിക ശക്തിയാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നമ്മൾ സ്വാഭാവികമായ ഒരു കഴിവല്ല, അധിക ഒരു മോർ പവർ, എക്സ്ട്രാ ഓർഡിനറി പവർ ആണ് ഈ ഉൽപ്പന്നം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഈ ഉൽപ്പന്നങ്ങളുടെ ചില പ്രത്യേകത നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതില് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സാന്ദർഭികമായിട്ട് മാത്രം പബ്ലിക്കിനോട് പറഞ്ഞാൽ മതി. ഇത് ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഉൽപ്പന്നമാണ്. ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഒരു ഉൽപ്പന്നം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വിൽക്കാം. ഈ ഉൽപ്പന്നം മോശമാണ് എന്ന് ഒരു ഡോക്ടർക്ക് പോലും പറയാൻ സാധിക്കില്ല. അതാണ് ആയുഷ് മന്ത്രാലയത്തിന്റെ ഒരു പ്രത്യേകത. പാറ്റന്റ് ഉൽപ്പന്നമാണ്. ഈ ഉൽപ്പന്നം ലോക ജനതയ്ക്ക് ഈ ബയോടൂറിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ഈ ബയോടൂറിന്റെ ഫീൽഡ് സ്റ്റാഫായ നമ്മളിലൂടെ മാത്രമേ ഈ ഉൽപ്പന്നം ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പൊ പാറ്റന്റ് ഉൽപ്പന്നമാണ്. 19 വർഷത്തെ റിസർച്ച് ചെയ്ത് വികസിപ്പിച്ചതാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് അല്ല. 19 വർഷം റിസർച്ച് ചെയ്ത് വികസിപ്പിച്ചതാണ്. ക്ലിനിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതാണ്. ക്ലിനിക്കൽ പ്രൂവ്ഡ് ആണ്. കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല. നാച്ചുറൽ ആണ്. NABL ലാബറട്ടറി ടെസ്റ്റ് കഴിഞ്ഞതാണ്. പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്. GMP സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ്. ശരീരത്തിൽ അധികമുള്ളതിനെ കുറക്കാനും കുറവുള്ളതിനെ പരിഹരിക്കാനും സാധിക്കുന്നുണ്ട്. 100% നിയമാനുസൃതമാണ്. ആഗോള അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിക്ക് 100% സുരക്ഷിതമാണ്. ഇതിന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ശരീരത്തിൽ അധികമുള്ളതിനെ കുറക്കാനും കുറവുള്ളതിനെ പരിഹരിക്കാനും സാധിക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും പ്രത്യേകത എന്നാണ്. അധികമുള്ളതിനെ കുറക്കാനും കുറവുള്ളതിനെ പരിഹരിക്കാനും സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്താണ് അധികമുള്ളത്? നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അധികമുണ്ട്, കൊളസ്ട്രോൾ അധികമുണ്ട്, ഷുഗർ അധികമുണ്ട്, സാൾട്ട് അധികമുണ്ട്, കെമിക്കൽ കോമ്പൗണ്ട് കൂടുതലുണ്ട്. കാരണം നമുക്ക് ശ്വസിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ FACT അതേപോലുള്ള അവിടെ നിന്ന് വിട്ടുന്ന പുകകളെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അത് നമുക്ക് തൊണ്ടവേദന ഉണ്ടാക്കുന്നുണ്ട്, ശ്വാസമുട്ടൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ കെമിക്കൽ കോമ്പൗണ്ടിന്റെയാണ്. പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതിന്റെ കെമിക്കൽ കോമ്പൗണ്ട്, അതെല്ലാം നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ കെമിക്കൽ കോമ്പൗണ്ടിനെ പുറത്തേ കളയാൻ സാധിക്കുന്നില്ല. പക്ഷെ ഈ ഉൽപ്പന്നം അധികമുള്ളതിനെ ഇല്ലാതാക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്, നമ്മൾ 3 നേരം ചോറാണ് കഴിക്കുന്നത്, കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, കഫീൻ കൂടുതലുണ്ട്, കെമിക്കൽ കോമ്പൗണ്ട് കൂടുതലുണ്ട്, മെഡിക്കൽ കോമ്പൗണ്ട് കൂടുതലുണ്ട്. ഇങ്ങനെ 9 കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ട്. അതിനെ കുറക്കാനായിട്ട്, അതിനെ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി കുറവുള്ളതിനെ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്, കുറവുള്ളതിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് കുറവുള്ളത്? പ്രോട്ടീന്റെ കുറവുണ്ട്, വൈറ്റമിൻസിന്റെ കുറവുണ്ട്, മിനറൽസിന്റെ കുറവുണ്ട്, ന്യൂട്രിയൻസിന്റെ കുറവുണ്ട്, അപൂരിത കൊഴുപ്പുകളുടെ കുറവുണ്ട്, അമിനോ ആസിഡ്, എൻസൈമുകള്, ട്രേസ് എലിമെന്റ്, ആന്റി ഓക്സിഡന്റ്. അപ്പൊ ഇതിന്റെ എല്ലാ കുറവുകളും നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ കൂടുതലുള്ളതിനെ കുറക്കാനും കുറവുള്ളതിനെ പരിഹരിക്കാനും മോർ പവറിന് സാധിക്കുന്നുണ്ട്. അത് മോർ പവറിന്റെ ഏറ്റവും വലിയൊരു ഗുണമാണ്. മോർ പവർ ശരീരത്തിന് ആവശ്യമായ മുഴുവൻ പോഷകങ്ങളും നൽകുന്നുണ്ട്. മോർ പവറിന്റെ പ്രത്യേകത ശരീരത്തിന് ആവശ്യമായ മുഴുവൻ പോഷകങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം പോഷകങ്ങൾ വേണം. നമ്മൾ വിശപ്പ് മാറാനും നാവിന് രുചിയുള്ള ആഹാരങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഞാനൊരു ഉദാഹരണം പറയാം. വൈറ്റമിൻ എ. ഈ വൈറ്റമിൻ എ കിട്ടിയാൽ മാത്രമേ കണ്ണിന് കാഴ്ചശക്തി കൂടുള്ളൂ, അല്ലെങ്കിൽ കണ്ണട വെക്കേണ്ടി വരും. മുടിക്ക് അഴകുണ്ടാവുള്ളൂ, സ്കിന്നിന് അഴകുണ്ടാവുള്ളൂ. ജരാനരകൾ കുറച്ചു നിർത്തി ഒരു ആന്റി ഏജിങ് പ്രോസസ്സിങ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എ വേണം. അപ്പൊ വൈറ്റമിൻ എ ഉള്ള ആഹാരം കഴിക്കണം. വൈറ്റമിൻ എ കൂടുതലുള്ളതിനാണ് ക്യാരറ്റിലുണ്ട്. പക്ഷെ ക്യാരറ്റ് പ്രോസസ് ചെയ്യുമ്പോൾ അതിന്റെ വൈറ്റമിൻ എ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്നില്ല അത്. ഇനി മറ്റൊന്ന് പറയാം, വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ആണ് കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത്. കരളിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഡീടോക്സ് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് നടക്കുള്ളൂ. ഇനി കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലുകൾക്കും പല്ലുകൾക്കും ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇനി കാൽസ്യം നമ്മൾ കഴിച്ചെന്നിരിക്കട്ടെ, കാൽസ്യം സപ്ലിമെന്റ് കഴിച്ച്, അല്ലെങ്കിൽ മീനിന്റെ മുള്ള് നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നുണ്ട്, സൂപ്പ് കുടിക്കുന്നുണ്ട്, അങ്ങനെ കാൽസ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ ചെന്നാലും വൈറ്റമിൻ കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാൽസ്യം നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ സാധിക്കുള്ളൂ.
അപ്പോ കാൽസ്യം നമ്മുടെ ശരീരത്തിന് വേണം, എല്ലുകൾക്കും പല്ലുകൾക്കും ആരോഗ്യം ഉണ്ടാകും. വൈറ്റമിൻ കെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലുകളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും കാൽസ്യം ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. ഇനി വൈറ്റമിൻ ബി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിശപ്പ് ഉണ്ടാവുള്ളൂ. കഴിക്കുന്ന ആഹാരം ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ ശരീരത്തിന് ക്ഷീണം അകറ്റാനായിട്ട് വൈറ്റമിൻ ബി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ആരോഗ്യമുള്ള മസിലുകൾ നിർമ്മിക്കാനായിട്ട് വൈറ്റമിൻ ബി ആവശ്യമാണ്. ചുണ്ടിന്റെ സൈഡിലൊക്കെ ചില ആൾക്കാർക്ക് വിണ്ട് കീറുമല്ല, കാൽപാദം വിണ്ട് കീറുമല്ല, അത് വൈറ്റമിൻ ബി കുറഞ്ഞിട്ടാണ്. പിന്നെ വരണ്ട ചർമ്മം, ചില ആൾക്ക് വരണ്ട ചർമ്മമായിരിക്കും. എത്ര എണ്ണ തേച്ചിട്ട് കാര്യമില്ല, എന്തുമാത്രം ക്രീം പുരട്ടിയിട്ടും കാര്യമില്ല. അതിന് വൈറ്റമിൻ ബി തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലണം. ചില ആൾക്കാർക്ക് വായ്ക്കൊരു പുണ്ണുണ്ടാവും. അതിന്റെ കാരണം വൈറ്റമിൻ ബി കുറഞ്ഞിട്ടാണ്. വിഷാദ രോഗം, കാൽപാദത്തിന്റെ അടിയിലെ ചൂട്, മുടി കൊഴിച്ചല്, നഖം പൊട്ടല്, ഇതെല്ലാം തന്നെ വൈറ്റമിൻ ബി കുറഞ്ഞിട്ടാണ്. പിന്നെ നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്ക് എപ്പോഴും ചുമ, പനി, ജലദോഷം, തൊണ്ടവേദന, ക്ലാസ്സിൽ പോകാനേ പറ്റുന്നില്ല, അത് വൈറ്റമിൻ സി കുറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മളുടെ ഓരോ അവയവങ്ങൾക്കും സെപ്പറേറ്റ് പോഷകങ്ങൾ കൊടുത്താൽ മാത്രമേ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റൂ. ഇനി മോർ പവറിന്റെ മോർ പവർ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ മുഴുവൻ പോഷകങ്ങൾ നൽകുന്നുണ്ട്. ഇവിടെ ഞാൻ ഓരോന്നിന്റെ സെപ്പറേറ്റ് ഗുണങ്ങളെയും പറഞ്ഞ് വൈറ്റമിൻസിനെയും പറഞ്ഞ്, ഉദാഹരണത്തിന് ഇതെല്ലാം നമുക്ക് മോർ പവറിലൂടെ കിട്ടുന്നുണ്ട്. ഇനി മോർ പവറിന്റെ നിർമ്മാണത്തിന്റെ പ്രത്യേകത നമുക്കൊന്ന് എടുത്തു നോക്കാം. നാനോ ടെക്നോളജി, ബയോ ടെക്നോളജി, ഫൈറ്റോ സയൻസ് എന്നീ ശാസ്ത്രീയ ടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ആയുർവേദ, യുനാന, സിദ്ധ, ഹെർബൽ ചേരുവകൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തതാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇങ്ങനത്തെ ഒരു ഉൽപ്പന്നം വേറെ ഇല്ല. ആയുർവേദ, യുനാനി, സിദ്ധ, ഹെർബൽ ചേരുവകൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്താണ് നമ്മളെ മോർ പവർ. 40-ൽ പരം അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് സ്റ്റെം സെല്ല് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ്. അതും ഓർഗാനിക് ആയിട്ടുള്ള 40-ൽ പരം അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് ആണ് എടുക്കുന്നത്. അല്ലാണ്ട് അത് സമൂലം എടുക്കുന്നില്ല, തിളപ്പിക്കുന്നില്ല. അതിന്റെ എക്സ്ട്രാക്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയേറെ ഗുണങ്ങൾ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഡോസേജ് 2 ഗ്രാം എന്ന് പറഞ്ഞാൽ 200 ഗ്രാമിന്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. 2 ഗ്രാം കഴിച്ചാൽ മതി, പക്ഷെ 200 ഗ്രാമിന്റെ പ്രയോജനം നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇത് നാനോ ടെക്നോളജിയാണ്. അത് മാത്രമല്ല, ഇത് ഓരോ ഔഷധങ്ങളുടെയും സ്റ്റെം സെല്ല് അതിന്റെ എക്സ്ട്രാക്ട് എടുത്താണ് ഇത് നിർമ്മിക്കുന്നത്. അത് പബ്ലിക്കിനോട് പ്രത്യേകം പറയുക. ഇതെന്താ ചെയ്യുന്നത്? ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇത് നമ്മുടെ ശരീരത്തിലെ 11 വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ 11 വ്യവസ്ഥകൾ ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇതൊന്നും പബ്ലിക്കിനോട് പറയണ്ട, നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. 37.4 ലക്ഷം കോടി കോശങ്ങളുണ്ട്. ആ കോശങ്ങൾ കൂടി ചേർന്ന് ടിഷ്യൂസ് ആയിട്ട് മാറുന്നുണ്ട്. ടിഷ്യൂസ് ഓർഗൻസ് ആയിട്ട് മാറുന്നുണ്ട്. 78 ഓർഗൻ പാർട്സ് ഉണ്ട്. 80 എണ്ണം ഉണ്ട്. ഈ അടുത്തുള്ള 2 എണ്ണം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ 80 ഓർഗൻ പാർട്സ് ഉണ്ട്. ഈ ഓർഗൻ പാർട്സ് കൂടി ചേരുന്ന 11 വ്യവസ്ഥകളുണ്ട്. അപ്പൊ ഇതിനെല്ലാം വരുന്നതാണ്. ഈ 37.4 ലക്ഷം കോടി കോശങ്ങൾ വരുന്നുണ്ട്, നമ്മൾ ടിഷ്യൂസിന് വരുന്നുണ്ട്, 80 ഓർഗൻ പാർട്സിന് വരുന്നുണ്ട്, 11 വ്യവസ്ഥകൾ വരുന്നുണ്ട്. ആ 11 വ്യവസ്ഥകളെ സംരക്ഷിക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. അതാണ് മോർ പവറിന്റെ ഏറ്റവും വലിയ ഗുണം. എന്തൊക്കെയാണ് ഈ ശരീരത്തിലുള്ള 11 വ്യവസ്ഥകൾ? രക്തചംക്രമണ, ബ്ലഡ് സർക്കുലേഷൻ, രക്തചംക്രമണ വ്യവസ്ഥയുണ്ട്, ദഹന വ്യവസ്ഥയുണ്ട്. ആയുർവേദം പറയുന്നത് ഉടല് നന്നായാലും ഉടല് നന്നായി. അപ്പൊ ആ ദഹന വ്യവസ്ഥയെ ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്, ആന്തരിക വ്യവസ്ഥയെ ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്, ബാഹ്യഗ്രന്ഥി വ്യവസ്ഥ, പ്രതിരോധ വ്യവസ്ഥ, പേശി വ്യവസ്ഥ, അസ്ഥികൂട വ്യവസ്ഥ, നാഡീവ്യൂഹ വ്യവസ്ഥ, മൂത്രാശയ വ്യവസ്ഥ, പുനരുത്പാദന വ്യവസ്ഥ എന്ന് പറഞ്ഞാല് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ശ്വാസകോശ വ്യവസ്ഥ. ഇതാണ് നമ്മളെ മനുഷ്യ ശരീരത്തിലെ 11 സിസ്റ്റം, 11 വ്യവസ്ഥകൾ. ഇതാണ് ഈ 11 വ്യവസ്ഥകളെയും ഒരേപോലെ സംരക്ഷിക്കാൻ സാധിക്കുന്നു. ഈ 11 വ്യവസ്ഥകളിൽ ഏറ്റവും നല്ല വ്യവസ്ഥ ഏതാണ്? നിങ്ങളൊന്ന് ഒരു നിമിഷം ആലോചിച്ച്. ഏറ്റവും നല്ല വ്യവസ്ഥ തമ്പിസാറുണ്ടാ? തമ്പിസാറെ, ഈ 11 വ്യവസ്ഥകളിൽ ഏറ്റവും നല്ല വ്യവസ്ഥ ഏതാണ് തമ്പിസാറെ? ഓക്കെ, നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ചല്ല. ഈ 11 വ്യവസ്ഥ ഏറ്റവും നല്ല വ്യവസ്ഥ ഏതാണെന്ന് ചോദിച്ചാല് ദഹന വ്യവസ്ഥ. ഒന്നുമില്ല, പ്രത്യുൽപാദന വ്യവസ്ഥ. ആ, കറക്റ്റ്. എന്ത് ചോദ്യത്തിനും മറുപടി ഇടണമെങ്കിൽ തമ്പി സാറിനോട് തന്നെ ചോദിക്കണം. മനോജ് സാറിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. അതുകൊണ്ട് ആ മാത്രമായിട്ട് ഞാൻ തമ്പി സാറിനോട് ചോദിക്കണത്.
പുനരുത്പാദന വ്യവസ്ഥയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നല്ല വ്യവസ്ഥ. ഞാനൊരു ഈ 185 മെമ്പേഴ്സും ഈ സൂമിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അതിന്റെ കാരണം നമ്മളുടെ മാതാപിതാക്കളുടെ അല്ലെ ആ പുനരുത്പാദന വ്യവസ്ഥ നല്ലതായത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത്. അപ്പൊ നമുക്കൊരു ജന്മം തന്നതാ ആ പുനരുത്പാദന വ്യവസ്ഥയല്ലേ. അപ്പൊ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല വ്യവസ്ഥ, ഈ 11 വ്യവസ്ഥകളിൽ ഏറ്റവും നല്ല വ്യവസ്ഥ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെന്ന് പറയും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ 99% ദാമ്പത്യ പ്രശ്നങ്ങളും ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന അപാകതയാണ്. ഇപ്പൊ നമ്മളെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 50% വിവാഹവും ഒരു വർഷത്തിനുള്ളിൽ വേർപെടുത്തുന്നുണ്ട്. ഇനി ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾ വേറെ. ഇതിനെല്ലാം മൂല കാരണം നമ്മളെ ബെഡ്റൂമിൽ നിന്നാണ് ഇതിന്റെ മൂല കാരണം ആരംഭിക്കുന്നത്. എല്ലാവർക്കും അടങ്ങാത്ത ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ഈ കാലഘട്ടത്തിലൊരു പ്രത്യേകതയാണ്. എന്നാൽ സ്വന്തം കുറവ് ഇണയോട് പോലും തുറന്നു പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണ്. ഇതിന്റെ ഫലം എന്താണ്? അപകർഷബോധം, മാനസിക സമ്മർദ്ദം, സംശയരോഗം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഷുഗറാണ്. ഷുഗർ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാഡീ വ്യവസ്ഥയ്ക്ക് ഒരുപാട് അപാകത സംഭവിക്കുന്നുണ്ട്. ഈ സിസ്റ്റത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈശ്വരൻ നമ്മളെല്ലാവരും സൃഷ്ടിച്ചിട്ടുള്ളത് അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ ഒരു 30 വയസ്സ് വരെ നമുക്ക് യൗവനവും ആരോഗ്യവും ഈശ്വരൻ തന്നിട്ടുള്ളത്. 1-2 കുട്ടികളായി കഴിയുമ്പോഴേക്കും നമ്മളെ ആരോഗ്യം കുറേശ്ശെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നെ നമ്മളെ വേണ്ട. പ്രകൃതി എന്താണോ ഉദ്ദേശിച്ചത് അത് കിട്ടി, പ്രകൃതിക്ക് കിട്ടി. ഇപ്പൊ കഴിഞ്ഞ തലമുറ വിവാഹിതർക്ക് പ്രത്യേക ഭക്ഷണം കൊടുക്കുമായിരുന്നു. കഴിഞ്ഞ തലമുറയുള്ള പ്രായമായ മെമ്പേഴ്സിന് അറിയാം. അവർ വിവാഹിതരാകാൻ പോകുന്ന മെമ്പേഴ്സിന്, വിവാഹം കഴിച്ച മെമ്പേഴ്സിന് 1-2 കുട്ടികളാകുന്നത് വരെ അവർക്ക് ചില പ്രത്യേക ഭക്ഷണം കൊടുക്കുമായിരുന്നു. അത് ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാൻ വേണ്ടിയാണ്. പണ്ടൊക്കെ ഇതുപോലുള്ള ഡൈവോഴ്സ് ഉണ്ടായിരുന്നില്ല. കാരണം കിടപ്പറയിൽ കാര്യമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുമായിരുന്നു. അപ്പൊ പണ്ടൊക്കെ കൊടുത്തിരുന്നത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനിവിടെ പറയാ. ഈ നാടൻ കോഴിമുട്ടയിൽ ഔഷധങ്ങൾ ചേർത്ത് കൊടുക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഈ സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. പിന്നെ നാടൻ കോഴിയിറച്ചി കൊടുക്കുമായിരുന്നു. ഇപ്പൊ വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്ക് ഏത് വീട്ടിൽ വിരുന്ന് പോയാലും ഈ വിഭവമാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത്. കാടമുട്ട കൊടുക്കുമായിരുന്നു, ഈന്തപ്പഴവും ബദാമും കൊടുക്കുമായിരുന്നു, മുരിങ്ങയില കൊടുക്കുമായിരുന്നു. ചില സിനിമകളിൽ മുരിങ്ങാക്ക കാണിച്ചുകൊണ്ട് ചില ഡയലോഗൊക്കെ വിടാറുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ ഡയലോഗൊക്കെ വിടാറുണ്ട്. കാരണം അതിനിങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ അമിക്കിരം, അന്ന് അമിക്കിരം എന്ന് പറഞ്ഞാൽ അശ്വഗന്ധ എന്നല്ല പറഞ്ഞിരുന്നത് പഴയ കാരണന്മാര്. അമിക്കിരം അന്ന് ഇതിന്റെ സ്റ്റെം സെല്ല് കിട്ടുവരുന്നില്ല, അശ്വഗന്ധത്തിന്റെ ചൂർണം കിട്ടുവരുന്നില്ല. അന്ന് ഈ അമിക്കിരത്തിന്റെ വേര് വാങ്ങിച്ച് പാലിൽ പുഴുങ്ങി വെയിലത്ത് ഉണക്കി ഉരലിട്ട് ഇടിച്ച് പാലിൽ കാച്ചി കൊടുക്കും. അതെല്ലാം ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഈ സിസ്റ്റത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഇതിൽ ചേർന്നിരിക്കുന്ന കുറച്ച് ചേരുവകളെ സംബന്ധിച്ച് ഞാൻ പറയാം, അപൂർവമായ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയാം. അപ്പൊ ആ ഔഷധ സസ്യങ്ങള് മോർ പവറിന് എത്രമാത്രം ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ഒരു ചേരുവ ജിൻസിങ്. ജിൻസിങ്ങിനെ പറ്റി പറയുന്നത് ദി കിങ് ഓഫ് ഹെർബൽ എന്നാണ് പറയുന്നത്. ദി കിങ് ഓഫ് ഹെർബൽ. അപ്പൊ ജിൻസിങ്ങിന്റെ ആ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ജിൻസിങ്ങിന്റെ മുഴുവൻ പ്രയോജനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാനസികവും ബൗദ്ധികവുമായ തലച്ചോറിന്റെ പ്രവർത്തനത്തെ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ഹൈ പവർ ആന്റി ഓക്സിഡന്റ് ആണ്. ഓക്സിഡേഷൻ ട്രസ്റ്റ് കുറക്കുന്നുണ്ട്. ഓക്സിഡേഷൻ ട്രസ്റ്റ് കുറക്കാനായിട്ട് ഇത് സാധിക്കുന്നുണ്ട്. മാരകമായ രോഗങ്ങൾ വന്ന ആളുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് ജിൻസിങ് സഹായിക്കുന്നുണ്ട്. കൊറോണയുടെ മാരകമായ സൈഡ് എഫക്റ്റ് കുറക്കാൻ ജിൻസിങ് സഹായിക്കുന്നുണ്ട്. പിന്നെ ബ്ലഡ് പ്രഷറും ഷുഗറും കുറക്കാനായിട്ട് ജിൻസിങ് സഹായിക്കുന്നുണ്ട്. മന്ത്ലി പീരീഡ് ബ്ലീഡിങ് പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ജിൻസിങ് സഹായിക്കുന്നുണ്ട്. അതിന്റെ സ്റ്റെം സെൽ എടുത്തിട്ടുള്ളത്, ജിൻസിങ്ങിന്റെ സ്റ്റെം സെല്ലാണ് ഇവിടെ നമുക്ക് പ്രയോജനപ്പെടുത്തുന്നത്. പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഉദ്ധാരണ കുറവിനെ പരിഹരിക്കുന്നുണ്ട്. ഇത് മിക്കവാറും എല്ലാ ചെറുപ്പക്കാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. കാരണം കിടപ്പറയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഒരു സൈഡിൽ തീ പിടിച്ചു വരുന്നുണ്ട്,
മറ്റേ സൈഡിൽ തീ പിടിക്കുന്നില്ല, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ. അത് പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഉദ്ധാരണ കുറവിനെ പരിഹരിക്കാനായിട്ട് ജിൻസിങ്ങിന് സാധിക്കുന്നുണ്ട്. എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുണ്ട്, ഇൻഫ്ലമേഷൻ ഇല്ലാതാക്കുന്നുണ്ട്, പാൻക്രിയാസിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, വന്ധ്യതയ്ക്ക് ഒരു പരിഹാരമാണ്. അപ്പൊ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് 2 കാര്യങ്ങൾക്ക്, കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് പരിഹാരമാണ്, എങ്കിലും 2 കാര്യങ്ങൾക്ക് ഇത് വളരെയേറെ പ്രയോജനം കിട്ടുന്നുണ്ട്. അടുത്തത് അശ്വഗന്ധ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അശ്വഗന്ധ. ആ അശ്വഗന്ധയുടെ സ്റ്റെം സെല്ലാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നേട്ടാ. ഇതെല്ലാം തന്നെ ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്യുകയും രാസമാലിന്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്, ആർത്തവ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഞരമ്പുകളെയും മസിലുകളെയും എല്ലുകളെയും ബലപ്പെടുത്തുന്നുണ്ട്, ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നുണ്ട്, മാനസിക പിരിമുറുക്കങ്ങളെ സഹായിക്കുന്നുണ്ട്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതില് ഈ ഞാൻ പറഞ്ഞ അശ്വഗന്ധയില് ഉള്ള 2 ഗുണങ്ങൾ ഞാനൊന്ന് ഊന്നി പറയുന്നതാണ്. ഇനി അടുത്തത് അകർക്കാര. ഈ അകർക്കാര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ സംസ്കൃത വാക്കാണ് പല്ലുവേദന ചെടി എന്ന് പറയും. ഒരു കുറ്റിച്ചെടി, മഞ്ഞപ്പൂളൊരു ചെടി. അത് യുനാനി മെഡിസിൻ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ നാട്ടിലുള്ള അകർക്കാരല്ല ഉപയോഗിക്കുന്നത്, ഹിമാലയത്തിലുള്ള അകർക്കാരയാണ്. ഓരോ പ്രദേശങ്ങളിലുള്ള ചെടികൾക്ക് ഗുണങ്ങൾ കൂടുതലുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ കുരുമുളക് എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കുരുമുളക് വയനാടൻ കുരുമുളകിലാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. അതുപോലെ ഓരോ പ്രദേശങ്ങൾക്കുള്ള ചെടികൾക്ക് പ്രത്യേക ഔഷധ ഗുണം കൂടുതലായിരിക്കുള്ളൂ. ഇതൊരു യുനാനി മെഡിസിൻ ആണ്. എല്ലുകൾക്കും പല്ലുകൾക്കും ആരോഗ്യം തരുന്നുണ്ട്, ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്, കാമ തൽപരത ഉണ്ടാക്കുന്നുണ്ട്. കാമദേവനാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ദഹന വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്. ഇനി അടുത്തത് കുഞ്ചുബീജ. കുഞ്ചുബീജ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഞാൻ അതിന്റെ മലയാള വാക്ക് പറയാ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നായ്ക്കരണ എന്ന് പറയും. കേൾക്കാത്ത ആൾക്കാരുണ്ടാവില്ല. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയാം. പുരുഷന്മാരിലും സ്ത്രീകളിലും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. 2 പേരിലും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. സ്പേം കണ്ടു വർദ്ധിപ്പിക്കുന്നുണ്ട്. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാനായിട്ട് ഇത് ഉത്തമമാണ്. ഉദ്ധാരണക്കുറവ് പരിഹരിക്കുന്നുണ്ട്, നാഡി വ്യവസ്ഥയെ സഹായിക്കുന്നുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ്, ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസിന്റെ ഒരു പ്രത്യേകത പുരുഷ പൗരുഷം കൊടുക്കുന്ന ഒരു ഹോർമോണാണ്. പുരുഷന് പൗരുഷം കൊടുക്കുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ്. ഈ ഹോർമോൺസിനെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ കുഞ്ചുബീജ നായ്ക്കരണക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ സ്റ്റെം സെല്ലിലൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് 40ഓളം ഔഷധ ചേരുവകളുണ്ട്. അതിൽ 4 ചേരുവ ഞാൻ പറഞ്ഞതല്ല പറയാൻ പോണത്, അതിക്ക് മേലെയാണ്. ഇത്രയും നാൾ നിങ്ങൾ ഇതിന്റെ പവർ മനസ്സിലാക്കേണ്ടിരുന്ന. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. സഫേദ് മുസ്ലിം. ഈ സഫേദ് മുസ്ലിം ആരൊക്കെ തൊട്ടിട്ടുണ്ട്? തൊട്ടതൊക്കെ പൊന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതാണ് സഫേദ് മുസ്ലിയുടെ പ്രത്യേകത. ഞാനൊരു ഉദാഹരണം പറയാം. വൈറസ് ഹമീന്ന് കേട്ടിട്ടുണ്ട്. 1995 കാലഘട്ടത്തിൽ, 1998 കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ വീട് കലൂര് നിർമ്മിച്ചത്, ഈ പൊറ്റക്കുഴിയിൽ നിർമ്മിച്ചത് ഈ വൈറസ് ഹമീദാണ്. കവിതയിലെ ഒരു ജോലിക്കാരനായിരുന്നു. അപ്പൊ തൊട്ടു മുമ്പിലുള്ള ഒരു കടയുടെ മുകളിൽ ഒരു നാട്ടുവൈദ്യനുണ്ടായിരുന്നു, ഒരു പാരമ്പര്യ വൈദ്യനുണ്ടായിരുന്നു. അദ്ദേഹം സഫേദ് മുസ്ലിയുടെ വിത്തിൽ നിന്നെടുത്ത ഒരു പൊടി അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഹമീദ് സാറ് ആ പാരമ്പര്യ വൈദ്യന്റെ ഉൽപ്പന്നങ്ങളും അതിന്റെ ലൈസൻസ് എല്ലാം വിലക്ക് വാങ്ങിച്ച് മുസ്ലിം പവർ എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടായി. ആ പ്രൊഡക്റ്റ് ക്യൂ നിന്ന ആളുകൾ വാങ്ങിച്ച് ശതകോടീശ്വരനായിട്ട് അദ്ദേഹം മാറി. അപ്പൊ ഈ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായല്ല. മുസ്ലിം പവർ എക്സ്ട്രാനെ കുറിച്ച് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അത് സഫേദ് മുസ്ലിയുടെ, ഈ സഫേദ് മുസ്ലിയുടെ കിഴങ്ങിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റ് ആണ് ഇവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഇതിന്റെ ഗുണം എന്താണ്? ലൈംഗിക ബലവും ശരീരബലവും ഉണ്ടാക്കുന്നുണ്ട്. പ്രമേഹ രോഗികളിലെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ്. എല്ലാ പ്രമേഹ രോഗികൾക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ അവർക്ക് ഇതൊരു ശാശ്വതമായ പരിഹാരമാണ്. ലൈംഗിക ബലഹീനത ഇല്ലാതാക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് പ്രധാന മരുന്നാണ്. ഇതിന്റെ കിഴങ്ങിൽ ഷുഗർ ഇല്ല. അപ്പൊ പ്രമേഹ രോഗികൾക്കുള്ള ഒരു പ്രധാന മരുന്ന് കൂടിയാണ്. ഉദ്ധാരണക്കുറവ് പരിഹരിക്കുന്നുണ്ട്. ഇതിന് കിലോക്ക് 10,000 വരെയുണ്ട്.
തൊട്ടവരെല്ലാവരും പൊന്നാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹമീദ് സാറിന്റെ കാര്യം പറഞ്ഞു. ഇത് കൃഷി ചെയ്യുന്ന കർഷകരെല്ലാവരും കോടീശ്വരന്മാരാണ്. കിലോക്ക് 10,000 വിലയുണ്ട് ഇതിന്റെ. മാത്രമല്ല ഈ ഉൽപ്പന്നം കൃഷി ചെയ്യുന്ന കർഷകര്, ഇത് പ്രോസസ് ചെയ്യുന്ന ആളുകള്, ഇത് വിൽപ്പന നടത്തുന്ന ആളുകള് എല്ലാവരും തന്നെ കോടീശ്വരന്മാരായിട്ട് മാറും. അപ്പൊ ഇവിടെ നിങ്ങളും ഈശ്വരനാണ്. കാരണം ഈ റയറായ ഉൽപ്പന്നം